പിന്നെ സ്മരിക്കുക. അപ്പോൾ കർമൂസ വലുതായിട്ട് വലിയ കഷ്ണാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് പച്ചമുളക് ചതച്ചിടുക, കുറച്ച് ഉലുവ, പച്ച ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കേട്ടോ, കുറേ ഒന്നും വാരിയിടരുത്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിട്ട്. എന്നിട്ട് കുക്കർ ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ടൊരു 2 3 വിസിലടിക്കുക. എന്നിട്ട് തുറക്കുക. തുറന്നിരിക്കുമ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങ, ഒരു മൂറി തേങ്ങയിൽ അരമൂറി തേങ്ങ ഈ കാലം വരെ ഞാൻ അരച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഒരു മുറി തേങ്ങേൻ്റെ 1/4 ഭാഗം എടുത്തിട്ട് അരക്കുക. മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് 2 സ്പൂണ് ചോറും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുക. അതിൽ 2 3 4 5 ചെറിയുള്ളിയും കൂടി ഇട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഈ കർമൂസ ഒന്ന് പകുതിയായിട്ട് ഉടച്ചെടുക്കുക. ഫുള്ളായിട്ട് ഉടക്കരുത്, പുയ്ക്ക് പോലായി പോവും. എന്നിട്ട് ഈ തേങ്ങ അരച്ചത്, ചോറും തേങ്ങയും ചെറിയുള്ളിയും അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇറക്കി വെക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. പാനില്ലെങ്കിൽ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടുകും ഉലുവയും കുറച്ച് വറ്റൽമുളകും ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് വറവിടുക. എന്നിട്ട് ടേസ്റ്റി ആയിട്ടുള്ള കർമൂസ കറി റെഡി. ഓക്കെ.